മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാവട്ടെ സത്യങ്ങളെല്ലാം അറിഞ്ഞ് അവളുടെ മുത്തശ്ശിയോട് പറയാനായിട്ട് കരുണാലയത്തിലേക്ക് വരുന്നുണ്ട്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ എല്ലാം നേരത്തെ കൂട്ടി അറിഞ്ഞതാണെന്നുള്ള സത്യം അവിടെ വെച്ച് അവൾ തിരിച്ചറിയുന്നു. അതുകൂടി കേൾക്കുമ്പോൾ കരുണയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടു പോകുന്നുണ്ട്. അവളാണെങ്കിൽ പ്രതാപനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ ദുർഗയുടെ ആ മാറ്റം വിശ്വസിക്കാനാവാതെ ദുർഗയെ വേദനിപ്പിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അമ്മയുടെ ഈ മാറ്റം 101% സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ പക്ഷെ പിറ്റത്തെ നിമിഷങ്ങളിലായിരിക്കും അമ്മ എനിക്ക് ഞെട്ടിക്കുന്ന തിരിച്ചടി തരിക. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. അമ്മയ്ക്ക് ശരിക്കും എന്നെ ഇപ്പോ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ദുർഗയാണെങ്കിൽ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, മോൻ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അമ്മയ്ക്കിപ്പോ നീ എന്റെ പഴയ കണ്ണമോനാണെന്നൊക്കെ. ഇത് കൂടി കേൾക്കുമ്പോൾ കണ്ണനാണെങ്കിൽ കുറച്ചൊക്കെ ദുർഗയെ വിശ്വാസം വരുന്നുണ്ട്. അങ്ങനെ കണ്ണനെ പഴയതുപോലെ തന്നെ ശുശ്രൂഷിക്കൊക്കെ തന്നെ ദുർഗ ചെയ്യുന്നുണ്ട്. പിന്നീട് കണ്ണനാവട്ടെ മഹാലക്ഷ്മിയെ കാണാനും കുഞ്ഞിനെ കാണാനുമായിട്ട് ലേഖയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവരാണെങ്കിൽ കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. ഈ സമയം അനന്തവും ലേഖയും ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടനെ ഒരുപാട് തവണ വിളിച്ചിരുന്നല്ലോ, മഹി ആകെ പേടിച്ചിരിക്കുക, എന്ത് പറ്റി കണ്ണേട്ടാ, എന്താ ഫോൺ എടുക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണനാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. മഹിയെ കണ്ടതിന് ശേഷം പറയാം എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ മഹി ചോദിക്കുന്നുണ്ട്, കണ്ണേട്ട എന്തിനിങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ വീട്ടിലിരിക്കുമ്പോൾ ആകെ പേടിയാണ്, എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ കുഞ്ഞിന്റെയും നിന്റെയും ഭാഗ്യം കൊണ്ട് മാത്രമാണ് മഹി ഞാനിപ്പോ ഇവിടെ എങ്ങനെ നിൽക്കുന്നത്, എന്തു പറ്റി, അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ണനാണെങ്കിൽ പറയുന്നു. പിന്നെ വാമദേവനും പ്രതാപനും ഒക്കെ തന്നെയാണ് ഇതിന് പിന്നിലും. വാമദേവന്റെ കയ്യിൽ നിന്നും ആ ഗുണ്ടകളുടെ നമ്പർ വാങ്ങിയിട്ടാണ് ഉണ്ണി ഈ കണ്ട കാര്യങ്ങളെല്ലാം ഒപ്പിച്ചിരിക്കുന്നത്. പക്ഷെ മാർക്കോയുടെ കയ്യിൽ കിട്ടിയ ഉണ്ണിയുടെ അവസ്ഥ ഇപ്പൊ കാണാൻ പോലും പറ്റില്ല. എന്റെ വീൽ ചെയർ അവൻ ഉപയോഗിക്കുന്നു. ഞാനിപ്പോ സ്വതന്ത്രനാണ്. എല്ലാവർക്കും മുന്നിൽ എല്ലാവരുടെ മുന്നിലും നടക്കാനായിട്ട് എനിക്കിപ്പോ സാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ ലേഖയും അനന്തവും പറയുന്നുണ്ട്, ഈ അപകടത്തോട് കൂടിയിട്ടും കണ്ണേട്ടന് സംഭവിച്ച നല്ല കാര്യം ഈ ഒരു സത്യങ്ങൾ എല്ലാവരെയും അറിയിക്കുക എന്നതാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ കണ്ണേട്ടാ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കുഞ്ഞിനെയും മഹിയെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരഭിപ്രായവുമില്ല. ഇനി കണ്ണേട്ടനെ ഇങ്ങനെ ചെയ്യാൻ നോക്കിയ ആ കരുണയും ഉണ്ണിയും വെറുതെ ഇരിക്കും. കുഞ്ഞിനെ അപായപ്പെടുത്താനായിട്ട് ശ്രമിക്കില്ലേ, അങ്ങനെ വല്ലത് സംഭവിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. നിങ്ങളുടെ അടുത്ത് പോലും ചോദിക്കാതെ കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമെന്നൊക്കെ പറഞ്ഞ ലേഖയാണെങ്കിൽ വിഷമിക്കുന്നു. ഏയ്, അതിനെക്കുറിച്ച് ചിന്തിക്കാം. അമ്മ ഇപ്പോ ഏകദേശം മാറിയ രീതിക്കാണ്. അമ്മ പോലും അറിയാതെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവരെ വിശ്വസിക്കേണ്ട, അവരും കൂടി അറിഞ്ഞിട്ടായിരിക്കും. ഇത് ഫുള്ള് നാടകമാണ് കണ്ണേട്ടാ. നമ്മള് അവരെ പറ്റിക്കുന്നത് പോലെ തിരിച്ച് അവർ നമ്മളെ ആണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ലേഖ ചോദിക്കുകയാണ്. എന്തായാലും അമ്മയുടെ മാറ്റത്തിൽ എനിക്കെന്തോ ആത്മാർത്ഥത തോന്നുന്നുണ്ട്. പക്ഷെ ഉണ്ണിയും കരുണയും അവര് എനിക്കും കുഞ്ഞിനും മഹിക്കും ഒരു ഭീഷണി തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതാ പറയുന്നത്, വെറുതെ അവിടെ ചെന്ന് കുഞ്ഞിനെ അപായപ്പെടുത്താനായിട്ട് നോക്കണ്ട, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോ, അതായിരിക്കും. അങ്ങനെ കാണാനാണെങ്കിൽ തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കരുണയാവട്ടെ പ്രതാപനെ കാണാനായിട്ട് ജയിലിനകത്തേക്ക് വരികയാണ്. അങ്ങനെ പ്രതാപനെ കാണുമ്പോൾ തന്നെ കരുണ കടിച്ചു കീറാനുള്ള ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. എന്താ മോളെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റാൻ, ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാൻ, ഇനി ഒരുപക്ഷെ അച്ഛൻ റിമാൻഡിൽ വരുമ്പോൾ അച്ഛന്റെ മോളുടെ ഡെഡ് ബോഡി ആയിരിക്കും കാണേണ്ടി വരിക. ഞാൻ എന്തായാലും സ്വയം ഇല്ലാതാവാൻ തീരുമാനിച്ചു. എന്നെ ആർക്കും ഞാനിപ്പോ വെറും ഒരു വേലക്കാരി അല്ലെങ്കിൽ അടിമ. എല്ലാവരും എന്നെ പന്ത് തട്ടി കളിക്കുകയാണ്, കണ്ടില്ലേ ഈ കാരണത്തെ പാട്, എന്റെ അമ്മായിയമ്മ എന്നെ അടിച്ചിറക്കി വിട്ടതാണെന്നൊക്കെ പറയുമ്പോൾ എന്താ മോളെ കാര്യം പറയേ, എന്താ സംഭവിച്ചെന്നേ അകത്തിരിക്കുന്ന ആ അമ്മാവനോട് ചെന്ന് ചോദിക്കും. ഇവിടെ നിന്നും ഒരുത്തിന് ഉപദേശം കൊടുത്ത് വിട്ടിരുന്നല്ലോ, AC-യിൽ വിഷവാതകം നിറച്ച് അവിടെയുള്ള വലിയേട്ടനെ കൊല്ലാനായിട്ട്. എന്നിട്ട് ഇപ്പൊ എന്തായി, എല്ലാം കൊണ്ടും ക്രൂശിക്കപ്പെടുന്നത് ഞാനാണ്. അയാളെ പുഷ്പം പോലെ രക്ഷപ്പെട്ടു വന്നു. ആ മാർക്കോയാണെങ്കിൽ അച്ഛന്റെ മരുമകന്റെ കാല് തല്ലി ഒടിച്ചിട്ടുണ്ട്. അയാളിപ്പോ വീൽ ചെയറില്ല. പിന്നെ കണ്ണൻ നടന്നു തുടങ്ങിയ സത്യം നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ കാലത്തെ അറിയാമായിരുന്നു, പക്ഷെ എന്നോടത് പറഞ്ഞില്ല, എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ അറിയാലോ, മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ അച്ഛനും പറയാനുള്ളൂ, മോളെ വേദനിപ്പിക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. എന്തായാലും ഞാൻ കാണാൻ പെടാത്ത പല കാഴ്ചകളും കണ്ടു, ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ വീട്ടിലിരുന്നാൽ എനിക്ക് ഭ്രാന്തായി പോകും. മഹാലക്ഷ്മിയും കുഞ്ഞും തിരിച്ചു വരും. നടക്കുന്ന ഭർത്താവ്, കമലേശ്വരം ഫിനാൻസിന്റെ സ്വത്തുക്കൾ, ഒരു കുഞ്ഞ്, എല്ലാം കൊണ്ടും അവൾക്ക് സ്വർഗതുല്യമായിട്ട ജീവിതം. ഞാൻ വെറും ഒരു വേലക്കാരി. എനിക്കിനി വയ്യ, എനിക്ക് മടുത്തു. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛൻ എന്നെ കാണുന്നത് ഡെഡ് ബോഡി ആയിട്ട് തന്നെ ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങളോട് ആരോടും പറയാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ മറുത്തൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. മോളെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് പ്രതാപനാണെങ്കിൽ ബഹളം വെക്കുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. പിന്നീട് വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെ
പ്രതാപൻ വാമദേവന്റെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ഡാ നീ കാരണം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തിനാടാ എന്റെ മരുമകന്റെയും മകളുടെയും ജീവിതത്തിൽ നീ ഇങ്ങനെ കടന്ന് ഇടപെടുന്നത്? ഞാൻ അപ്പോഴും പറഞ്ഞതാ അവനിങ്ങനെ കുനിഷ്ട ബുദ്ധിയൊന്നും ഉപദേശിച്ചു കൊടുക്കല്ലേ എന്ന്. ഇപ്പൊ അവനെ വീൽ ചെയറില. ആ കണ്ണൻ നടന്നു തുടങ്ങിയ കാര്യം എല്ലാവരും അറിഞ്ഞു. എന്റെ മോളിപ്പോ വന്നിട്ട് പോയത് എന്തിനെന്നറിയോ? സ്വയം ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാ. ഇനി നീ എന്തൊക്കെ ചെയ്തു കൂട്ടും? എന്റെ ജീവിതം ഇങ്ങനെയാക്കി. നീ കാരണം എന്റെ മോളുടെ ജീവിതവും ഇങ്ങനെയായി. ഇനി നിനക്ക് എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രതാപനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ വാമദേവനോട് പറയുന്നുണ്ട്. അങ്ങനെ വാമദേവനാണെങ്കിൽ ആകെ നിരാശയോട് കൂടിയിട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. അപ്പൊ കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.